ഓണം വന്നു കഴിഞ്ഞു. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് സിനിമകളുടെ ഒരു പൂക്കാലമായിരുന്നു. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് സിനിമകളുടെ ഒരു തരംഗം തന്നെ. ഓണത്തിന് റിലീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സിനിമകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സിനിമകൾ തീർന്നാലും ഓണത്തിന് റിലീസ് ചെയ്യാം എന്ന് കരുതും. സൂപ്പർ സ്റ്റാറുകളുടെയൊക്കെ മോഹൻലാലിൻ്റെ ഏത് ചിത്രമാണ് ഓണത്തിന്, മമ്മൂട്ടിയുടെ ഏത് ചിത്രമാണ് എന്ന് ചോദിക്കുന്നൊരു തലമുറയായിരുന്നു നമ്മുടെയൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ന്യൂജൻ സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രാധാന്യം നൽകുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ കണ്ടന്റുകൾ, നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ അത് ഓടുന്നു, പുതുമുഖമാണെങ്കിലും അത് ഓടുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് സിനിമയുടെ ഒരു മാറ്റത്തെ, ഏറെ സിനിമകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ ഒരു പുതിയ തലമുറ മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണും? എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇന്ന് ഓണമുണ്ടോ? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഓണം കച്ചവടക്കാരുടെ, വലിയ മാളുകൾ നടത്തുന്നവരുടെയൊക്കെ ആഘോഷമായി മാറിയിരിക്കുകയാണ്. വീടുകളിൽ ഓണം എന്ന് പറയുന്നത് ചുരുങ്ങി 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 ഇല്ലണ്ടായി. പൂക്കളമില്ല, ഊഞ്ഞാലില്ല, ഒന്നുമില്ല. കാരണം യുവതലമുറയ്ക്ക് അങ്ങനെ പൂക്കളത്തിലോ ഊഞ്ഞാലിലോ ഒന്നും വിശ്വാസം, എല്ലാം ഇന്റർനെറ്റിൽ കിട്ടുമല്ലോ. അതെ. അപ്പോൾ ഇത് തന്നെ സിനിമയ്ക്ക് സംഭവിച്ചത്. പണ്ട് കാലത്ത് തിയേറ്ററിൽ പോയി ഓണത്തിന് സിനിമ കാണുന്ന കുടുംബം ഉണ്ടായിരുന്നു. അതെ. ഇന്ന് അങ്ങനെയല്ല. അത് ഓണത്തിന് അന്ന് ആ ഓണക്കാലത്ത് കിട്ടുന്ന ബോണസ് അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ആഹ്ലാദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഓണത്തിനൊരു സിനിമ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ഇന്ന് അങ്ങനെയല്ലെന്നേ. ഇന്ന് ഏത് സമയത്തും നല്ല സിനിമ വന്നാൽ കാണും, ഏത് സമയത്തും മോശം സിനിമ വന്നാൽ അത് ഓണത്തിനായാലും പരാജയപ്പെടും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഓണക്കാലത്തേക്ക് സിനിമ വരുന്നുണ്ട്. അവരുടെ ആകെ പ്രതീക്ഷ സ്കൂളുകൾക്ക് അവധിയാണ്, കോളേജുകൾക്ക് അവധിയാണ്, പിള്ളേര് കൂട്ടി ഫാമിലി വരുമെന്നൊരു പ്രതീക്ഷയിലാണ് ഓണക്കാലത്ത് വരുന്നത്. ഇപ്പോൾ ഈ ഓണക്കാലത്ത് തന്നെ സൂപ്പർ സ്റ്റാറിന്റെ പടമുണ്ട്, സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം, മോഹൻലാൽ. നല്ല സിനിമയാണ്. അപ്പം അങ്ങനെയുള്ള സിനിമ ഉണ്ട്. ഒപ്പം പുതിയ ആൾക്കാരുടെ, പുതിയ കുട്ടികളുടെ സിനിമകളും വരും. ആ സിനിമകൾ ഇപ്പോൾ ലോക എന്ന് പറയുന്ന സിനിമ ഗംഭീര സിനിമയാണെന്ന് പറയും. അപ്പോൾ പുതിയ മാറ്റങ്ങൾ ഓണത്തിന് വരുന്നത് പോലെ തന്നെ സിനിമാ രംഗത്തും വരും. ഇപ്പം സിനിമയിൽ സൂപ്പർ സ്റ്റാറുകൾ മാത്രം എല്ലാ കാലത്തും നിലനിൽക്കും എന്ന് പറയാൻ കഴിയില്ല. ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും വരുന്ന കാലത്ത് അന്ന് നിന്നിരുന്ന സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു. പ്രേംനസീറും സോമനും സുകുമാരനും ഒക്കെ ഉണ്ടായിരുന്നു. അവര് പോയി, അതിനുശേഷം ഇവർ വന്നു. ഇത്രയും കാലം സൂപ്പർ സ്റ്റാറായിട്ട് നിലനിൽക്കാൻ ഇനി വരുന്ന ഒരാൾക്കും കഴിയില്ല. അപ്പോൾ അവര് 40-45 വർഷമായിട്ട് സൂപ്പർ സ്റ്റാറായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇനി ഞാൻ പറയുന്നത് അതിനടുത്ത തലമുറയുണ്ട്. ആ തലമുറ സൂപ്പർ സ്റ്റാർ ആവും എന്ന് പ്രതീക്ഷിക്കുന്ന ചിലരുണ്ട്. അവരുടെ സിനിമകൾ വരുമ്പോൾ നിരന്തരമായി പരാജയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ ഈ 45 വർഷമായി നിൽക്കുന്ന സൂപ്പർ സ്റ്റാറുകളെ കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടിയായാലും മോഹൻലാലും അവര് ചില സംവിധായകരെയും നിർമ്മാതാക്കളെയൊക്കെ വിശ്വസിച്ചിട്ടാണ് സിനിമകൾ ചെയ്യുന്നത്. അവര് ചില സംവിധായകര് നമുക്കൊരു സിനിമ ചെയ്യാമെന്ന് പറയുമ്പോൾ അയാളൊരു മോശം സിനിമ ചെയ്യില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ സത്യനന്ദിക്കാട്, അത് ബ്ലൈൻഡായിട്ട് അങ്ങ് ഡേറ്റ് കൊടുക്കുകയാണ്. സത്യനൊരു സബ്ജക്റ്റ് എടുത്താൽ അത് മോശമാവില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസം. അത് മമ്മൂട്ടി അങ്ങനെ തന്നെയാണ്. പിന്നീട് കാലം മാറി ഇങ്ങോട്ട് വരുമ്പോൾ പുതിയ സംവിധായകർ വരുന്നു, പുതിയ താരങ്ങൾ വരുന്നു, ഒക്കെ വരുന്നു. ഈ പുതിയ താരങ്ങൾ ഒരു സിനിമ ഓടിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് കഥയുടെ വിശദാംശങ്ങൾ മുഴുവൻ കേൾക്കണം, തിരക്കഥ മുഴുവൻ വായിക്കണം. ഓഫ് കോഴ്സ് അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, അവരത് കേൾക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വിശദമായി എല്ലാം പഠിച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ സക്സസ് ആവണ്ടേ? അപ്പോൾ ഞാൻ പറയുന്നത് അവരതൊരു ചിലരെ ഒഴിവാക്കാൻ വേണ്ടി ഒരു തന്ത്രമാണ് സ്റ്റാറുകളുടെ. എനിക്ക് തിരക്കഥ വായിച്ചിട്ട് ഇഷ്ടപ്പെടില്ല. എൻ്റെ ചോദ്യം, തിരക്കഥ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സിനിമകളെല്ലാം സക്സസ് ആവണ്ടേ? അതാവുന്നില്ലല്ലോ. അപ്പോൾ പുതിയ വരുന്ന തലമുറ വേറൊരു യൂണിവേഴ്സിലാണ് നിൽക്കുന്നത്. ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവം മാറുന്നു, അവരുടെ പ്രതിഫലം മാറുന്നു, അവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ മാറുന്നു, അവർക്ക് മാനേജർമാരാകുന്നു, അവർക്ക് ഉപദേഷ്ടാക്കളാവുന്നു. ഇന്നയാളുകളെ അടുപ്പിക്കേണ്ട എന്ന് പറയുന്ന അതെ. പിന്നെ മൂഡ് സിംഗ്, ഒരു സീൻ എടുക്കുമ്പോൾ എനിക്കിന്ന് മൂഡ് ശരിയല്ല, നമുക്കിന്ന് വേണ്ട എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറി പോകുന്നു. ഒരു നടൻ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ അരമണിക്കൂറിനകം വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ മണിക്കൂറുകളായിട്ടും കാണുന്നില്ല. പിന്നെ കോൾ ചെയ്യുമ്പോൾ മലേഷ്യയിലാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ. ആ സിനിമയൊക്കെ 8 നിലയിൽ പൊട്ടിപ്പോയി പടം റിലീസ് ചെയ്ത്. ആ നിർമ്മാതാവിൻ്റെ കോടികൾ പോയത് മിച്ചം. അപ്പം ഇങ്ങനെയുള്ള താരങ്ങൾ വന്നതോടുകൂടി
ജനങ്ങൾക്ക് ഓണത്തോട് തന്നെ വെറുപ്പായി എന്ന് തന്നെ വേണം പറയാൻ. ഇനിയിപ്പോൾ സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് ഓണം ഒരു ചാകരക്കാലമല്ല. പണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനല്ല. അതിൻ്റെ കാരണം സാഹചര്യം മാറിയിരിക്കുന്നു. ഏത് നല്ല സിനിമ ഏത് സമയത്ത് വന്നാലും ഭയങ്കര സക്സസ് ആവും. പണ്ട് കാലത്ത് മഴക്കാലത്ത് സിനിമ റിലീസ് ചെയ്യില്ല. മഴക്കാലത്ത് റിലീസ് ചെയ്യാത്തത് മഴയത്താരും തിയേറ്ററിലേക്ക് പോകില്ല. അതിന് ഒരു വിപരീതമായിട്ടൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സിനിമ മാട്ടുപ്പെട്ടി മച്ചാൻ ജൂൺ 10-ാം തീയതിയോ മറ്റോ ആണ് റിലീസ് ചെയ്തത്. കൊടും മഴ, കേരളത്തിൽ വെള്ളപ്പൊക്കം, പക്ഷേ എല്ലാ തിയേറ്ററിലും ആള് നിറഞ്ഞോടി, ഹൗസ്ഫുള്ളായി. അപ്പം ഞാൻ പറഞ്ഞു, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല സിനിമ എന്നുള്ളത് മാറ്റി വെക്കുന്നു. ജനങ്ങൾക്ക് രസിക്കുന്ന സിനിമ ഏത് സമയത്ത് കൊടുത്താലും തിയേറ്ററിൽ ആൾ വരും. അന്ന കാലത്ത് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓണക്കാലത്ത് ഒരു 10-12 സിനിമകൾ ഇറങ്ങിയാൽ ഒരു 3-4 എണ്ണം മാത്രമേ നല്ലതായി കാണത്തുള്ളൂ. അന്ന് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ റിസർവേഷൻ ഒന്നും ഇല്ലല്ലോ. അതെ, സ്വാഭാവികമായിട്ടും ടിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ ഈ പറഞ്ഞ മോശം കണ്ടന്റുള്ള സിനിമകൾ വിജയിക്കും. ഞാൻ പറയാറുണ്ട്, ചില പണ്ട് കാലത്ത് ഏത് മോശം സിനിമ വന്നാലും ഒരാഴ്ച സിനിമാ തിയേറ്ററിൽ ആളുണ്ടാവും. കാരണം ഈ ചില ഹിറ്റാവുന്ന സിനിമകളിൽ അവിടെ വരുമ്പോഴത്തേക്ക് ടിക്കറ്റ് കിട്ടാതെ അപ്പുറത്തേക്ക്. ഇപ്പൊ അങ്ങനല്ല. അതിന് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കും, ആളുകൾ വരത്തില്ല. രണ്ടാമത്തെ കാര്യം, ഒരാഴ്ച കളക്ഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ആദ്യ ഷോയ്ക്ക് ആളെ കയറ്റുന്ന സംഭവം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോ സൂപ്പർ സ്റ്റാറിന്റെ പടത്തിന് വരെ ആദ്യ ദിവസം ആളെ കയറ്റാൻ വേണ്ടി കാശ് മുടക്കുന്ന നിർമ്മാതാക്കളാണ്. അതിപ്പോൾ മനുഷ്യനൊരു ശീലമായിരിക്കുന്നു. എനിക്കറിയാം, എറണാകുളത്ത് പല ഫ്ലാറ്റുകളിലും അന്ന പടത്തിന് ടിക്കറ്റ് വരും കേട്ടോ, ബുധനാഴ്ച പറയും ടിക്കറ്റ് വരും, നമുക്ക് വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്ന ആദ്യ ഷോയ്ക്ക് പോകാം. കാരണം തിയേറ്ററിൽ ആളെ കൂട്ടേണ്ട കാര്യം, തിയേറ്ററിൽ ആൾ നിറഞ്ഞിരിക്കുന്നു എന്ന് വരുമ്പോഴേ അതൊരു മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് പുറത്തേക്ക് പോയിട്ട് ജനങ്ങൾ അറിയും. അങ്ങനെയും സംഭവങ്ങൾ ഇവിടെ. പിന്നെ യൂട്യൂബേഴ്സിനെ കൊണ്ട് പൈസ കൊടുത്ത്. അതെ, ഇതെല്ലാം നിർമ്മാതാക്കളും വിതരണക്കാരും വരുത്തി വെച്ചതാണ്. ഞാൻ പറയുന്നത്, പടം റിലീസ് ചെയ്യുന്ന ദിവസം ഒരു ടിക്കറ്റും കൊടുക്കരുത്, ഒരാളെയും വരുത്തരുത്. പടം നല്ലതാണെങ്കിൽ ആൾ അന്വേഷിച്ച് വരട്ടെ എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് നിർമ്മാതാക്കൾക്ക് എത്തണ്ടേ. ഇപ്പൊ നിർമ്മാതാക്കൾ പറയുന്നത്, റിലീസ് ചെയ്യുന്ന ദിവസം ആദ്യ ഷോയ്ക്ക് ആളില്ലെങ്കിൽ തിയേറ്ററുകാർ സിനിമ മാറ്റിക്കളയും. അവരുടെയും പ്രതിസന്ധി അങ്ങനെയാണ്. തിയേറ്ററുകാരോട് 2 ദിവസം കൊണ്ട് ക്ഷമിക്കാൻ പറഞ്ഞാൽ അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല്, ജോലിക്കാരുടെ ശമ്പളം, ഇതെല്ലാം തിയേറ്ററുകാരും കൊടുക്കട്ടെ. അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അല്ല, അത് മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയൊരു തലമുറ എപ്പോഴും ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ റിവ്യൂ നോക്കിയിട്ട് പോകുന്നവരാണ് 90% പേര്. റിവ്യൂ നോക്കിയിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി റിവ്യൂ ചെയ്യുന്നവർ കാശ് മേടിക്കുന്നുണ്ടെന്ന് പറയുന്നത്. നല്ലത് പറഞ്ഞിട്ട് ജനം തിയേറ്ററിൽ വന്ന് പടം കണ്ടതിന് ശേഷം ഈ റിവ്യൂവേഴ്സിന്റെ കമന്റ് ബോക്സിൽ വന്ന് തെറിയിടുന്നത് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ സംഭവിക്കുന്നു. മാറിയ കാലഘട്ടത്തിൽ സിനിമയും മാറിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പശ്ചാത്തല സംവിധാനങ്ങൾ മൊത്തം അടിമടലം തെറ്റിക്കിടക്കുകയാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നവിടെ റിവ്യൂവേഴ്സ് വരുന്നു, ആർക്കും റിവ്യൂ ചെയ്യാം. ഇഷ്ടപ്പെടാത്തവരുടെ ഒരു സിനിമയാണെങ്കിൽ വളരെ മോശമായി ചിത്രീകരിക്കുക, കുറച്ച് പാവങ്ങളെങ്കിലും അത് കണ്ടിട്ട് സിനിമ കാണാൻ പോകാതിരിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ സംഭവിക്കുന്നു. മാറ്റം നല്ലതിനാവണം, മാറ്റം മോശത്തിനാവണം.